ഗൾഫ് മതിയാക്കിയിട്ട് ഞങ്ങളോടൊക്കെ ടാറ്റ പറഞ്ഞിട്ട് ഇനി ഇങ്ങോട്ടില്ല, ഇനി അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു പോയ മനുഷ്യർ ഗുഡ് ബൈ പറഞ്ഞു പോയതാണ് ഷമീർ, തിരുവനന്തപുരമുള്ള. ഷമീർ അറിയാലോ, അതായത് നമ്മളെ ജനഗണമന തെറ്റിച്ച് പാടിയിട്ടുള്ള രാഷ്ട്രീയ നേതാവിന്റെ ബന്ധുവാണ്, അയൽവാസിയൊക്കെ. ഒരു വർഷം നാട്ടിൽ നിന്നിട്ടും മുന്നോട്ട് പോണില്ല വണ്ടി മുന്നോട്ട് പോണില്ല. ഉന്തിയും തള്ളിയാണ് ഇതുവരെ പോയതെന്നാണ്. ഉന്തിയും തള്ളിയ മുന്നോട്ട് പോണത്. ഇത് ഇങ്ങനെ തിരിച്ചു വരുമ്പോ നമുക്ക് ഭയങ്കര ആശങ്കയാണ് അല്ലേ, എങ്ങനെ നിർത്തിപ്പോവും. നിർത്തിപ്പോയവരൊക്കെ വീണ്ടും പല കോലത്തിലായിട്ടും പല വിസകളിലായിട്ടും പല GCC കൺട്രിയിലേക്കും തിരിച്ചു വരികയാണ്. അപ്പൊ എന്തായാലും ഗൾഫ് മതിയാക്കിയിട്ട് എന്നേക്കുമായി നാട്ടിൽ എന്തെങ്കിലും സംരംഭം തുടങ്ങണം എന്ന് കരുതി പോയ ഷമീർ വീണ്ടും പുതിയ വിസ, ഫ്രീ വിസയിൽ വന്നിട്ടുണ്ട്. എന്തൊക്കെ ദുരിതങ്ങൾ ഗൾഫ് നാട് തന്നാലും, ഏറെക്കാലം കണ്ണീരിന്റെ കൈപ്പറിഞ്ഞുവെന്നാലും, ഏതേതു നിയമത്താൽ പ്രയാസമേറി എന്നാലും, വിധിയുടെ വിളയാട്ടം അതെന്തു തന്നെയാണേലും, ആരൊക്കെ കുറ്റം ഗൾഫിനെ പറഞ്ഞാലും പിന്നെ പോരും, കടലേഴും കടന്ന് പോരും. ജനഗണമന തെറ്റിച്ച് പാടിയിട്ടുള്ള ആ രാഷ്ട്രീയക്കാരന്റെ അയൽവാസി ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഷമീർ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒക്ടോബർ 2 പോയി, ഈ ഒക്ടോബർ 3 എത്തി. ഒരു വർഷം അല്ലേ? നിൽക്കാൻ പറ്റില്ല നാട്ടില് നടക്കൂല. പിന്നെ നമ്മളൊക്കെ ചെയ്യാ, കാലകാലം ഇവിടെ വെക്ക്, മരിക്കുമ്പോ ഇവിടെ നിന്ന് പോവാന്നുള്ളതാണ്. പിന്നെ റൂം ക്ലീൻ ആക്കി ചെന്ന പാടിന്റെ പലതേ കൊണ്ടിടുക, കിച്ചണിൽ വേറെ നെയ്ച്ചോറ് വെക്കുക. ഷമീറിന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള നെയ്ച്ചോറ് ഫസ്റ്റ് ദിവസം തന്നെ അവൻ കൊടുത്ത് ബീഫും നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. അത് ആരുണ്ടാക്കും? ആരുണ്ടാക്കുക? ഞാൻ ഒന്നും പറയാനില്ല. എങ്ങനെയുണ്ട് ഷമീർക്ക്? വൈഫിന് പിരിയുമ്പോ വേദന ഉണ്ടോ? വൈഫിന് സാധാരണ വൈഫിനെ പിരിയുമ്പോ വേദന കാണുമല്ലോ.